പോലും നിങ്ങൾക്ക് അറിയില്ല. ഈ ആദിപുരുഷ സിനിമ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം അതിനകത്ത് ഹനുമാൻ എന്ന് പറയാണ്, ഒന്ന് ആലോചിക്കുക, ഹനുമാൻ രാവണനോട് പറയുന്ന ഡയലോഗാണ്, എന്താണ്, എണ്ണ നിൻ്റെ അച്ഛൻ്റെത്, എന്താണ്, തുണിയും നിൻ്റെ അച്ഛൻ്റെത്, കത്തിക്കാൻ പോകുന്നത് ഞാൻ ലങ്ക. ഏത് രാമായണത്തിലാണ് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ഹനുമാൻ ഇത്ര ട്രിവിയലൈസ് ചെയ്ത്, ഇത്ര വക്രീകരിച്ച് ഹനുമാനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക്? യു ആർ മേക്കിംഗ് ഫൺ ഓഫ് യുവർ ഓൺ മിത്തോളജി ഇഫ് യു കോൾ ഇറ്റ് യുവർ മിത്തോളജി. നിങ്ങളുടെ ടെക്സ്റ്റുകൾ വായിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം എന്ന് പറയുന്ന നിങ്ങളുടെ ടെക്സ്റ്റുകൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും ആ ടെക്സ്റ്റുകൾ എത്ര ഇൻക്ലൂസീവ് ആയിരുന്നു എന്നുള്ളത്, അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസിൽ എന്തൊക്കെ ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വന്തം ഇതൊന്നും വായനയോട് വെറുപ്പുള്ള അറപ്പുള്ള ഒരു സെറ്റ് ഓഫ് മനുഷ്യരായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ തിരിച്ച് ഒരു ചോദ്യമെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ദശരഥന് 3 ഭാര്യമാരും രാമൻ ഒരു ഭാര്യയായിട്ട് കാണിക്കുന്നത്? അത് ആക്ച്വലി ഒരു ലീനിയേജ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്ന ഒരു ദായക്രമം, ഒരു തായ്വഴിക്രമം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ സൂചനയാണിത്. പക്ഷെ ഇതിനെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നില്ല. നമ്മൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ച ഉടനെ നിങ്ങൾ ആൻറ്റി ഹിന്ദു ആണ്. ഇല്ല, ഹിന്ദു മതത്തിന് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് അതിനെ പഠനവിധേയമാക്കുന്നതും. പക്ഷെ ഇത്രയും റിച്ചായിട്ടുള്ള ഒരു മൈത്തോളജി, ഇത്രയും റിച്ചായിട്ടുള്ള ഒരു സ്ക്രിപ്ചറിനെ ട്രിവിയലൈസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗണപതി മിത്ത് എന്ന് പറയുന്നത് ഇപ്പം ശിവഭഗവാനെ ഒരു പ്ലാസ്റ്റിക് സർജനാക്കി മാറ്റുകയാണ്. ഐ വിൽ നോട്ട് വാണ്ട് മൈ ഗോഡ് ടു ബി എ പ്ലാസ്റ്റിക് സർജൻ, ഐ വിൽ വാണ്ട് മൈ ഗോഡ് ടു ബി ഗോഡ്. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ദൈവമായിട്ട് കാണാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ആ മൈത്തോളജിയുടെ ഭംഗി എന്ന് പറയുന്നത് ഗണപതി ഗണങ്ങളുടെ, അതായത് ശിവൻ്റെ 100 കണക്കിന് ഭൂതഗണങ്ങളുടെ ഹെഡായിട്ട് വരുന്ന, അല്ലെങ്കിൽ ശിവസങ്കല്പത്തിൽ ഉടലെടുത്ത് ഗണപതി എന്നുള്ള വിഘ്നഹർത്ത എന്നുള്ള ഒരു ഐഡിയ ഉടലെടുത്ത് വരുന്നതിന് 400 വർഷങ്ങളോട് എടുക്കുകയാണ്. നമ്മൾ വിനായകൻ എങ്ങനെയാണ് ഗണപതി ആയിട്ട് മെർജ് ചെയ്യുന്നതെന്നുള്ളതിന് മനോഹരമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഋഗ്വേദത്തിൽ യു ഹാവ് റെഫറൻസ് ടു വിഘ്ന ആൻഡ് സ്ലേയർ ഓഫ് വിഘ്ന എന്നുള്ള ഇതുണ്ട്. വിഘ്നഹർത്ത എന്നുള്ള ടേം യൂസ് ചെയ്യുന്നില്ലെങ്കിലും പിന്നീട് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ നിങ്ങൾ ഗണങ്ങളും ഗണപതിയും എന്നുള്ള ഐഡിയ വരുന്നുണ്ട്. ഇങ്ങനെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആനയുടെ ഒരു സിഗ്നിഫിക്കൻസ്. ബുദ്ധൻ്റെ അമ്മ സ്വപ്നം കാണുന്നത്, ബുദ്ധനെ കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് സ്വപ്നം കാണുന്നത് ഒരു വെള്ള ആന മായാദേവിയുടെ ഉദരത്തിലേക്ക് വരുന്നതായിട്ടാണ്. അപ്പം ഈ എല്ലാ ഫോക്ലോറിൽ നിന്നും, ഈ എല്ലാ മിത്സിൽ നിന്നും ഇങ്ങനെ കാച്ചിക്കുറുക്കി എടുത്തുകൊണ്ട് വന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു മിത്താണ് ഗണപതി എന്ന് പറയുന്നത്. ആ ഗണപതിയെ പ്ലാസ്റ്റിക് സർജറി എന്നുള്ളൊരു ചെറിയ കാര്യത്തിലേക്ക് ട്രിവിയലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്, അത് നിങ്ങൾക്ക് ഹിന്ദുയിസത്തിനോട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഹിന്ദു ഡീറ്റിയോട് ചെയ്യാൻ പറ്റുന്ന വലിയ അപമാനമാണ്. കാരണം അത്രയും റിച്ച് മെറ്റീരിയൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ മിത്തിനെ ചരിത്രമാക്കാൻ ശ്രമിക്കുന്നു. എന്താ മിത്തിനെ ചരിത്രമാക്കുന്ന ഒരു മിത്തിൽ നിന്ന് ചരിത്രം ഉണ്ടാക്കുന്ന ആ പ്രോസസ്സോ രീതിശാസ്ത്രമോ പ്രക്രിയയോ ഇതിന് യാതൊരു വിധത്തിലുള്ള സിഗ്നിഫിക്കൻസും കൊടുക്കുന്നില്ല. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പോകുമ്പം അയിത്തം ആചരിക്കാൻ വേണ്ടി പ്രഷർ കുക്കറും സ്പൂണും കൂടെ കൊണ്ടുവന്ന സുധാമൂർത്തിയുടെ കഥ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്നിട്ട് എൻ്റർ ചെയ്യുകയാണ്. വളരെ ഓപ്പണായിട്ടാണ് അവർ പറഞ്ഞത്, ഈ ഒരു ഭക്ഷണം, ഈ ഒരു സ്പൂണ് നോൺ വെജിന് യൂസ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഷർ കുക്കറും എൻ്റെ കട്ട്ലറിയും കൊണ്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരു സ്ത്രീ എഴുതിയ, ഷീ ഈസ് നോട്ട് ഈവൻ എ ട്രെയിൻഡ് മൈത്തോളജിസ്റ്റ്. ശങ്കർ മഹാദേവൻ്റെ സ്റ്റോറി കരിക്കുലത്തിൽ വരാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. എന്താണ് ഇദ്ദേഹം? ഹിസ്റ്റോറിയനാണോ? ഇദ്ദേഹം ഏതെങ്കിലും ഫീൽഡ്, അതായത് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഏതെങ്കിലും ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണോ? ഇതൊന്നും സിഗ്നിഫിക്കൻ്റ് ആകുന്നില്ല. എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് അറ്റത്തുകൂടെ പോലും പോകാത്ത ആൾക്കാരെ കൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കരിക്കുലത്തിൻ്റെ നിർമ്മാണം ചെയ്യുന്നു.